2024 കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. 7 തവണ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളത്തിന് ഗുണഫലമായി നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ ഒന്നാം സ്ഥാനത്ത് എയിംസ് ഉണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം വാഗ്ദാനം ചെയ്തൊരു കാര്യമായിരുന്നു എയിംസ്. ഉറപ്പായും എയിംസ് കേരളത്തിനെത്തുമെന്ന് അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചിരുന്നു. അത് നേടിത്തരുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ എയിംസിനെ കുറിച്ചൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. കേരളത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പോലുമില്ല. അതിൽ വലിയ വിമർശനം തന്നെയാണ് നേരിടുന്നത്. പക്ഷേ അതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കടക്കുന്നത്. ഇതിന് കൃത്യമായ തെളിവുകളടക്കം ഈ സാഹചര്യത്തിൽ പുറത്തു വരികയാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ രേഖകളും മറ്റ് സ്ഥലമെടുപ്പ് നടപടികളും നടത്താത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആര് എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സുരേഷ് ഗോപി അടക്കം 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിൽ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പരാമർശം പോലും ഇല്ല എന്നാണ് ഏവരുടെയും കുറ്റപ്പെടുത്തൽ. ദീർഘകാല ആവശ്യം തന്നെയാണ് എയിംസ്. ഏറെ വർഷമായി എടുത്തു പറയുന്നതാണ്. ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തിയതും എയിംസിൽ തന്നെയായിരുന്നു. എന്നിട്ടും ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പോയത് എന്നുള്ള കുറ്റപ്പെടുത്തൽ വ്യാപകമായി എല്ലായിടത്തും കാണുന്നുണ്ട്. ഒന്നുമില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ പേര് പോലും പറയാത്തതാണ് പ്രതിപക്ഷ എംപിമാരെ ചൊടിപ്പിച്ചതും അവർ പുറത്തിറങ്ങി ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചതും. അപ്പോഴും കൃത്യമായ വിശകലനങ്ങളില്ലാതെയാണ് അവർ മുന്നോട്ട് പോയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ കൃത്യമായ സൂചനയും വിശദാംശങ്ങളും ഇതിനു ശേഷം പറയുന്നതായിരിക്കും. 5 വർഷത്തെ ഭരണം ഉറപ്പാക്കാൻ വേണ്ടി നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും, അതായത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി പദ്ധതികൾ നൽകിയെന്നുള്ള ആരോപണവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് നേർക്ക് കേന്ദ്രം മുഖം തിരിച്ചു. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരായിട്ട് പോലും എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനം ഉണ്ടാകുന്നത്. എന്തിനേറെ പറയുന്നു, സുരേഷ് ഗോപി ഉറപ്പ് നൽകിയ, സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP കൂടിയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ട് എന്നതാണ് ഏവരും ഉന്നയിക്കുന്ന ചോദ്യം. എന്നാൽ ഇതിലെ യാഥാർത്ഥ്യം ഒരു കാരണവശാലും മനസ്സിലാകാതെ പോകരുത്. നിലവിൽ സുരേഷ് ഗോപിയുമായി മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളം എത്ര ഏക്കർ സ്ഥലമാണ് എയിംസിന് വേണ്ടി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത്? അപ്പോൾ ഒരു മാധ്യമപ്രവർത്തക പറഞ്ഞതനുസരിച്ച് 150ഓളം ഏക്കർ അടുപ്പിച്ച് സ്ഥലം ഏറ്റെടുത്ത് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. എന്നാൽ ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ എയിംസ് നിലവിൽ വരണമെങ്കിൽ കുറഞ്ഞത് 200 ഏക്കർ സ്ഥലമെങ്കിലും വേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിന്റെ പഠന റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ, മലയാള വാർത്തയ്ക്ക് കൃത്യമായി ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് 2022 നവംബർ മാസത്തിൽ കോഴിക്കോട് ജില്ലയിൽ എയിംസിന് വേണ്ടി 200 ഏക്കറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്ന് സൂചിപ്പിക്കുന്ന സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസിന്റെ ഫൈനൽ റിപ്പോർട്ടാണ് ഈ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതിലെ പേജ് 6, 7 പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിലെ കൃത്യമായ പഠന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളും എങ്ങനെയാണിത് ദോഷകരമായി ബാധിക്കുന്നത്, ഇതിനെന്തൊക്കെയാണ് നീക്കങ്ങൾ വേണ്ടിവരുന്നത്, സർക്കാർ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ താമരശ്ശേരി താലൂക്കിൽ എയിംസ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ 200 ഏക്കറെങ്കിലും സ്ഥലം വേണമെന്ന് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ KSIDCയുടെ 100 ഏക്കർ കൂടാതെ ഏകദേശം 40.68 ഹെക്ടർ ഭൂമി അത് മറ്റുള്ള സ്വകാര്യ ഭൂ ഉടമകളുടെ ഭാഗത്തു നിന്നും ഏറ്റെടുത്ത് നൽകണമെന്ന് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും ഇവിടെ നിലനിൽക്കുന്നത്. പകുതി ഭൂമി മാത്രമാണ് സർക്കാരിന് നൽകാൻ കഴിയുന്നത്. ബാക്കി പകുതി മറ്റുള്ളവരുടെ വീടുകളുണ്ടാകാം, സ്വകാര്യ വസ്തുവായിരിക്കാം, കൃഷിയിടങ്ങളായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെ വലുത് തന്നെയാണ്. അതുകൂടി പഠിച്ച് അതുകൂടി കൃത്യമായി സമയോചിതമായി ഇടപെട്ട് സർക്കാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി ഫലഭൂഷ്ടിയായിട്ടുള്ള കൃഷിഭൂമികളുമൊപ്പം കാറ്റാടി നദിയുമൊക്കെ ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിനാലൂർ എസ്റ്റേറ്റും അടക്കം ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഇത് കുന്നിൻ ചെരുവുകളും അതുപോലെ തന്നെ ഫലഭൂഷ്ടിയായ മണ്ണുമുള്ള നിരവധി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് എയിംസ് വരികയാണെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് സ്കെച്ച് അടക്കം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ KSIDCയുടെ ഭാഗമായ ഭൂമി എത്രത്തോളമുണ്ട്. ഇതിൽ പിങ്ക് നിറത്തിൽ കാണാൻ സാധിക്കുന്നത് KSIDCയുടെ ഭൂമിയാണ്. അതുകൂടാതെ മറ്റ് ഭാഗത്തു നിന്നും ഏറ്റെടുക്കേണ്ട ഭൂമിയും കൃത്യമായി പറയുന്നുണ്ട്. 135 ഏക്കറാണ് KSIDCയുടെ ഭാഗത്തു നിന്നും 2 വില്ലേജുകളിൽ നിന്നും കിട്ടുന്നത്. അതുകൂടാതെ 15 ഏക്കർ ഭൂമി
മറ്റൊരു ഭാഗത്തു നിന്നും എടുക്കാൻ കഴിയുന്നതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ വിശദീകരണം അതിൽ പല സ്ഥലങ്ങളിലും പല നിറങ്ങളിലായി കൊടുക്കുന്നുണ്ട്. ഇതിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിന് പകരമായി എന്ത് ചെയ്യാമെന്നുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡുകളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇത്രയധികം ആളുകളെ കൃത്യമായത് പറയുകയാണെങ്കിൽ 3.5 ഏക്കർ മുതൽ 3 സെന്റ് വരെയുള്ള ഭൂ ഉടമകളെയാണ് ഇത് നേരിട്ടും അല്ലാതെയും ബാധിക്കാൻ പോകുന്നത്. ഇനി ഇതുകൂടാതെ പാരിസ്ഥിതികമായും സാമൂഹികമായും ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം 197 ഭൂമിയും ഒപ്പം 270ഓളം ഭൂ ഉടമകളുമാണ് അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമാണ് ഇത് വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്നത്. ഇത്രയധികം 200-ലധികം ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിരവധി ആളുകളുടെ വീട് നഷ്ടമാകും, അവരുടെ ഭൂമി നഷ്ടമാകും, ഈ ഏറ്റെടുപ്പ് മൂലമുണ്ടാകുന്ന അവരുടെ അസറ്റുകളൊക്കെ തന്നെ ഇല്ലാതാകും. ഒപ്പം തന്നെ പല പാലങ്ങളും അപ്രോച്ച് റോഡുകളും ഒക്കെ തന്നെ പകരമായി നിർമ്മിച്ചു നൽകേണ്ടി വരും. ഇതൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഇതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായ റിസോഴ്സസ് നൽകേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്തുക, കൃത്യമായ നഷ്ടപരിഹാരം നൽകുക, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ തന്നെയാണ്, നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം എയിംസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് അത് കേരളത്തിൽ വരികയാണെങ്കിൽ വലിയ തോതിൽ മാൻ പവർ ആവശ്യം വരുന്നുണ്ട്, നിരവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് നൽകേണ്ടത്, ഒരു സംവരണം നൽകേണ്ടത് അഫക്റ്റഡ് ഫാമിലീസ് ആരെയൊക്കെയാണോ ഇത് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്, ആരെയൊക്കെയാണോ അവിടെ നിന്നും ഒഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും കഴിവും അനുസരിച്ചും തൊഴിൽ നൽകേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി പഠിച്ച് ഇതിനൊരു പരിഹാരം കൂടി കണ്ടെത്തി കൃത്യമായ സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കാതെ എങ്ങനെ എയിംസിനെ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം.